CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് 3 മണിയോടെയായിരുന്നു അന്ത്യം. അർബുദ രോഗബാധിതനായി ചികിത്സയിൽ കഴിയവെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. നാലു പതിറ്റാണ്ടിലേറെ ജ്വലിച്ചുനിന്ന കമ്മ്യൂണിസ്റ്റ് കരുത്ത്, കോട്ടയം ജില്ലയിൽ പാർട്ടിയെ മികവോടെ നയിച്ച നേതൃപാടവം, അടിമുടി കമ്മ്യൂണിസ്റ്റുകാരൻ, നേതൃത്വത്തിലിരിക്കുമ്പോഴും സാധാരണ പ്രവർത്തകന്റെ സൗമ്യത. പ്രിയ നേതാവിന്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് കോട്ടയത്തെ CPM പ്രവർത്തകർ. ജനങ്ങൾക്കാകെ സുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ നല്ലൊരു വാഗ്ദാനവുമായിരുന്നു സഖാവ് റസൽ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. VN വാസവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് AV റസൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയിലേക്കെത്തുന്നത്. 2022 സമ്മേളനത്തിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലും കോട്ടയത്ത് പാർട്ടിയെ നയിക്കാൻ റസലല്ലാതെ മറ്റൊരു നേതാവിന്റെ പേരും ഉയർന്നില്ല. ചേർത്തല SN കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് സംഘടനാ പ്രവർത്തനത്തിലേക്കെത്തുന്നത്. പിന്നീട് 7 വർഷം DYFI ജില്ലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം, 12 വർഷക്കാലം CPM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. 2000 മുതൽ 2005 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സഖാവ് റസലിൻ്റെ ജീവിതം അങ്ങനെയാണ്. സാധാരണ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, ബഹുജനങ്ങൾ അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തിൽ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും അവരോടൊപ്പം ചേർന്ന് രേഖപ്പെടുത്തുകയാണ്. ഒട്ടേറെ യുവജന സമരപോരാട്ടങ്ങൾ നയിച്ച റസൽ കൂത്തുപറമ്പ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി പോലീസ് മർദ്ദനത്തിനും ഇരയായിട്ടുണ്ട്. മൃതദേഹം നാളെ രാവിലെ വിമാനമാർഗം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിക്കും. തുടർന്ന് വിലാപയാത്രയായി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം 2:30 ചങ്ങനാശ്ശേരി പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് തെങ്ങണയിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. സംഘടനാ കാര്യങ്ങളിൽ കർക്കശക്കാരനായിരിക്കുമ്പോഴും മനുഷ്യനെ അറിഞ്ഞ മനുഷ്യത്വമുള്ള സഖാവാണ് വിട പറയുന്നത്. കോട്ടയത്ത് CPMന്റെ പകരക്കാരനില്ലാത്ത നേതാവിന് കണ്ണീരോടെ വിട നൽകുകയാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും. ന്യൂസ് മലയാളം, കോട്ടയം.